90 മിനിറ്റ്സ് സാധാരണ നമ്മൾ ഫുൾ ടൈം എണീറ്റ് നിന്ന് ചാൻഡ് ചെയ്താണ് കളി കാണാറ്. ഇപ്രാവശ്യം ഇനി അത് ഉണ്ടാവില്ല. മാനേജ്മെന്റ് അവരുടെ പോളിസി മാറ്റുന്നു. ഹായ് ഹലോ നമസ്കാരം, നിങ്ങളുടെ സ്വന്തം നെസ്റോ വ്ളോഗറാണ്. അപ്പോൾ നമ്മളിത് അകത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നിസാറുണ്ട്, അച്ചിലുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നത്തെ കളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തോറ്റ് അങ്ങ് അടിയിൽ കിടക്കുകയാണ്. നാദനില്ലാ കളരിയാണ്. അപ്പോൾ ഇന്നിവിടെ ആൾക്കാരുണ്ടാവില്ല, കുറവായിരിക്കും. മഞ്ഞപ്പട പ്രതിഷേധം എന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. എങ്ങനെയുണ്ട്? കയ്യിലാണോ വന്നാലും കൂടുതൽ ആൾക്കാരെ ഇപ്പോഴത്തെ ഒരു ടൈം കൊണ്ട് എനിക്ക് 5:30-6 മണി ആവണുള്ളൂ. ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്ര കുറവൊന്നും MT സ്റ്റേഡിയം പരിപാടികളൊന്നും ഇല്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള ഒരു ടീമാണ് എല്ലാവർക്കും. മാനേജ്മെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അതെ, ഒരുപാട് പേര് മെട്രോയിൽ വെച്ചിട്ട് ടിക്കറ്റ് കിട്ടി, അതുകൊണ്ട് കളി കാണാൻ വന്നത്. ആണോ? അത് ശരി. അപ്പൊ നിസാർക്ക് ഇവിടെ ഉണ്ടായില്ല, ഇക്ക കൊല്ലത്തുനിന്ന് കളി കാണാൻ വേണ്ടി മാത്രം പ്രത്യേകം പനിയും എഴുന്നള്ളിയേക്കാണ്. എന്താണെന്ന് അറിയാമോ, സ്റ്റേഡിയത്തിൽ എന്താണ് പ്രതിഷേധം എന്ന് അറിയാനുള്ളൊരു ആവശ്യമാണ്. കളിയെ പറ്റി ഒരു പോപ്പില്ല. കളി ജയിച്ചാലും തോറ്റാലും നമ്മളവിടെ തന്നെ അതന്നെയാണ് സംഭവം. അവിടെ തന്നെ ചിലപ്പോ ഇന്നിപ്പോ ഈ കളി ജയിക്കുമായിരിക്കും. ഈ കളി ജയിക്കുമ്പോ തന്നെ കുറെ പേര് അടിച്ചോളിച്ച് അടുത്ത കളിക്ക് കയറിയിരിക്കാം. ഈ കളി ജയിച്ച ഒരു കാര്യം പറയാനുണ്ട്, മറ്റുള്ള എല്ലാ സോങ് ആയിട്ട് വരരുത്. ഒരു മനുഷ്യന് മടല് അടിച്ച് വാരി അടിക്കും, കണ്ണി ഒന്നും വേണ്ട, ആ സാധനം ഇട്ടിട്ട് വരരുത്. അത് സംഗതി വേറൊരു സീൻ പറയട്ടെ. ഇതിപ്പോ ഇവര് പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റിന്റെ കുറെ പോരായ്മകളുണ്ട്. അപ്പൊ അത് നമ്മൾ എടുത്ത് തന്നെ പറയണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ലൈനൊക്കെ ഭയങ്കര മോശമാണ്, കീപ്പറൊക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ എന്താ പറയുക, ബാക്കിയുള്ളവരുടെ ബെഞ്ച് സ്ട്രെങ്ത് കണ്ട് നമുക്കിങ്ങനെ കൊതിക്കാനേ കണ്ണ് മഞ്ഞളിക്കാനേ നമുക്ക് ഗതിയുള്ളൂ. ഞാനിപ്പോൾ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞിരിക്കണായിരുന്നു, വയസ്സായാലെങ്കിലും നമുക്ക് കപ്പടിക്കണ കാണാൻ പറ്റുമെന്ന് കേട്ടോ. ഇനി വേറെ സംഭവം ഉണ്ട്, ഇവിടെ നമ്മൾ കുറെ പേരെ കാണണം. ഇനി അകത്തോട്ട് കയറിയാലാണ് എന്തോരം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. സൈലന്റ് ആയിരിക്കും എന്ന് പറയണം സ്റ്റേഡിയം. നമ്മുടെ ടിക്കറ്റ് റെഡി. പിന്നെ പ്രതിഷേധ പരിപാടികളൊക്കെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. മഞ്ഞപ്പടയെന്നുള്ള ആ ഒരു ബാഡ്ജ് ഒഴികെ ബാക്കിയെല്ലാം ക്ലിയർ ചെയ്യുന്നൊക്കെയാണ് എഴുതി കണ്ടത്. നോക്കാം. പിന്നെ മെയിനായിട്ടൊരു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജയിക്കണം കേട്ടോ, ജയിക്കണം. വലിയ ഹോപ്പും പ്രതീക്ഷ ഒന്നുമില്ല, ജയിക്കണം, അത്ര മതി. മുഹമ്മദ് അൻസാർക്ക് ആയിട്ട് ജയിച്ചില്ലെങ്കിൽ പിന്നെ പറയാൻ ജയിച്ചാണ് നമ്മള്. പക്ഷെ ഇവിടെ ആ ഒരു പവർ സപ്പോർട്ടൊന്നും ഇത്തവണ ഉണ്ടാവില്ല. നോക്കാം. കളി കാണുമ്പോ തോറ്റു കൊടുക്കാണ്ടിരുന്നത് ആ ഒരു ഫീൽ കിട്ടാതിരുന്നു. അതെ, അവസാനത്തെ നിമിഷത്തിലുള്ള അളിക്കത്തൽ വേണ്ട, ആദ്യമേ ജയിക്കണം. ഇന്ന് നമ്മൾ നോക്കുമ്പോ കംപ്ലീറ്റ് ഫാമിലി ഓഡിയൻസ് ആണ് ഉണ്ടാ അല്ലേ? ഇന്ന് ഫാമിലിയുടെ തള്ളിക്കേറ്റാണ്. പക്ഷെ എന്തായാലും നമ്മ കളിയാണോട്ടോ, ഞാൻ കളിയാണോട്ടോ. കളി തോറ്റാലും ചോദിച്ചാലും ഞങ്ങൾ ചങ്കാണ് ബ്ലാസ്റ്റേഴ്സ്. ചെന്നൈ ഉണ്ട് ഇവിടെ. ചെന്നൈന്ന് പറയാൻ ഞങ്ങൾ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിട്ട് ഇറക്കിയേക്കാണ്. ചെയ്ത് നമ്മളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആള് കുറവാണല്ലോ ഇന്ന്, നല്ല കുറവാണ്. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. പക്ഷെ അവരൊക്കെയാണോ ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ സപ്പോർട്ടേഴ്സ്? താനൊന്നുമല്ല. ഞാനൊക്കെ ടോക്സിക് ഫാനാണ്. അതെ, ടോക്സിക് ഫാനാണ് താൻ. ടോക്സിക് ഫാനാണ്, പ്ലാസ്റ്റിക് ഫാനാണ് താൻ. പ്ലാസ്റ്റിക് നമുക്ക് അകത്തോട്ട് കയറാട്ടാ. ഓ, പണ്ടൊക്കെ ഇത് കഴിഞ്ഞ കളിക്കാൻ വേണ്ടി ഇടിച്ചൂത്തിയാണ് ഓർക്കണ്ട. ചെക്കിങ്ങിന് നമുക്ക് കയറാം. കണ്ട കണ്ട പിള്ളേരുടെ ആവേശം കണ്ടില്ലേ നിങ്ങള്? വേറെ കളി കാണാൻ ആള് കുറവാണെങ്കിലും പിള്ളേരാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ അസറ്റ്. കണ്ടോ പവർ. അപ്പൊ കഴിഞ്ഞ കളികളിലൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കളി കാണാൻ വേണ്ടി വന്നോണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. മറ്റേ എന്താ പറയാ, പ്രതീക്ഷ ഇല്ലാതിരുന്ന് കാണും. അമിത പ്രതീക്ഷ വെക്കുമ്പോഴാണല്ലോ നമുക്ക് എങ്ങനെ പറയാണ്ടിരിക്കും. കാരണം അത്രയും പരിതാപകരമായ സിറ്റുവേഷനിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്റ്റേഡിയം നിങ്ങൾ ഒന്ന് നോക്കിക്കോ. ഞാനിപ്പോൾ ഈ ക്യാമറ തിരിക്കാം കേട്ടോ, നോക്കിക്കോ. കലൂർ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കുന്ന ദിവസത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടോ? എങ്ങനെയുണ്ട്? നാദനില്ല കളരി. നോക്കിയേ, ഒറ്റ മനുഷ്യനില്ല. അതായത് ഇവിടെ ഇപ്പോൾ കടകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സ്ഥിരമായിട്ട് കളി കാണാൻ വന്നവരുണ്ട്, സീസൺ ടിക്കറ്റ് എടുത്തവരുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കയറി പറ്റാം. ഓക്കെ, കളി കാണാൻ കയറിയിട്ട് സ്റ്റേഡിയത്തിലേക്ക് കയറിയിട്ട് ആരുമില്ല.
ഞാൻ അകത്ത് വരുമ്പോ എന്തായാലും അവസ്ഥ പറഞ്ഞൂടാ. ആ ഈ നമ്മുടെ ടിക്കറ്റ് വാങ്ങാൻ നിൽക്കുന്ന പിള്ളേരൊക്കെ പറയണ ആരുമില്ല, അവർക്കൊക്കെ ഡ്യൂട്ടി എളുപ്പമായി. പോലീസുകാരൊന്നും ഇല്ല അല്ലേ? സാധാരണ റൗണ്ടിലൊക്കെ ഇഷ്ടംപോലെ പോലീസുകാരുണ്ടാവണാണ്. പോലീസുകാരൊന്നും ഇല്ല. എന്തായാലും ഞങ്ങളുണ്ടാവും കളി കാണാനായിട്ട്. വിവ ബ്ലാസ്റ്റേഴ്സ് അതാണ്. ഇവൻ വെറുതെ കാണിക്കണ്ട, ഇവൻ ബ്ലാസ്റ്റേഴ്സ് കാണുന്നില്ല. ഞാനാണ് റിയൽ ബ്ലാസ്റ്റേഴ്സ്. റിയൽ ചെന്നൈ ഫാൻ വരെ നീങ്ങൊന്ന് ആലോചിക്കണം. ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാൻ ചെന്നൈ ഫാൻ വരെ ജയിച്ചിട്ട് മാനേജ്മെന്റിനെ വിജയിക്കാൻ. മാനേജ്മെന്റിന്റെ വിജയമാണ് ആൾക്കാർ വന്നത്. എല്ലാവരും പരിപാടി വിജയിപ്പിക്കും. കാരണം സ്റ്റേഡിയത്തിൽ വരുമ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ പതിവാണ്. ആ സമയത്ത് ഇവിടെ ഇങ്ങനെ മൊത്തം ബ്ലാസ്റ്റേഴ്സ് ആരാധകരായിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും കയറി നോക്കാം എന്താ അവസ്ഥയെന്നുള്ളത്. ഓക്കെ, ഇതാണ് അവസ്ഥ. ആരുമില്ല. ഓക്കെ, പക്ഷെ എന്താ അവസ്ഥ നോക്കിയേ. മഞ്ഞപ്പട സ്റ്റാൻഡ് കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മഞ്ഞപ്പട സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ടോ. ഒരു പണിയില്ല, ആരുമില്ല ഇവിടെ. ഓക്കെ, സാധാരണ ഇവിടെ കളി തുടങ്ങുന്നതിന് മുന്നേ പൊരിഞ്ഞ വൈബാണ്. ഒരു വൈബില്ല. പക്ഷേ ക്രിസ്മസ് ആയിട്ട് സാന്റാക്ലോസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മഞ്ഞപ്പട സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഇവിടെ ചാൻഡും കാര്യങ്ങളൊന്നുമില്ല, ഫുൾ പ്രതിഷേധമാണ്. ഇവരുടെ ബാനറൊന്നും ഇവിടെ വെച്ചിട്ടില്ല. ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്, ഭയങ്കര. അപ്പൊ പ്രൊട്ടസ്റ്റ് ആണ്, പ്രൊട്ടസ്റ്റ്. നമ്മൾ നോക്കണോ? മഞ്ഞപ്പടയുടെ കോട്ടയം അഡ്മിൻ ആണ്. എന്തൊക്കെ പ്രൊട്ടസ്റ്റ് ആണ് നടത്തിയത്? നമ്മളിപ്പം പുറത്തൊരു ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരുടെയും ഫ്രണ്ട് വെച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. മീഡിയ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അത് ഇനി നമ്മൾ മാനേജ്മെന്റിനെതിരെ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിനി വഴി അറിയും. ഇന്ന് ചാൻഡ് പരിപാടികളൊന്നും ഇല്ല. ചാനൊന്നുമില്ല, ഒന്നുമില്ല. അതായത് ഇതുവരെ ഇവിടെ ഇങ്ങനെ ആളുകള് ഇരുന്ന് നമ്മൾ കണ്ടു. ഇതുവരെ 90 മിനിറ്റ്സ് സാധാരണ നമ്മൾ ഫുൾ ടൈം എണീറ്റ് നിന്ന് ചാൻഡ് ചെയ്താണ് കളി കാണാറ്. ഇപ്രാവശ്യം ഇനി അത് ഉണ്ടാവില്ല. മാനേജ്മെന്റ് അവരുടെ പോളിസി മാറ്റുന്നിടം വരെ. താങ്ക് യു. അപ്പോൾ അതാണ് മഞ്ഞപ്പടയുടെ നിലപാട്. അവർ പറയുന്നത് മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടായാൽ മാത്രമേ ബാക്കിയുള്ള സപ്പോർട്ടുകൾ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് പറയുന്നത്. സാധാരണ ഇവിടെ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല. അപ്പോൾ ഇവിടെ പൊക്കിയ പ്ലക്കാർഡൊക്കെ പിടിച്ചു മേടിച്ചു എങ്കിലും അവർ പറയണ ഇനിയും ഇത് തുടരും എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്തായാലും മാച്ച് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ആവേശകരമായിട്ടുള്ള മാച്ചാണ്. നമുക്ക് എന്തായാലും മാച്ച് കാണാം, നോക്കാം. ഏത് മൂട്? ഷാപ്പറമ്പ് മൂട്. എല്ലാവരും ഇങ്ങനെ ചത്തിരിക്കുന്നു. മഞ്ഞപ്പട സ്റ്റാൻഡിലാണ് ഞങ്ങളുള്ളത്. 18 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കളി, നടന്നിട്ടില്ല. അടിക്കുമായിരിക്കും. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. 0-0 ആണ്. ഇന്ന് മിക്കവാറും രണ്ട് ടീമിനും ക്ലീൻ ഷീറ്റ് വിജയമായിരിക്കും കേട്ടോ. വലിയ കളിയൊന്നും കളിക്കില്ല. ഉറക്ക വിളിയാണ് ഇവിടെ, എല്ലാവരും ഉറങ്ങാണ്. അമ്മാതിരി മൂട്. ഇതൊക്കെ ഓക്കെ, ഈ മൂടൊക്കെ ഓക്കെ, പൊളി മൂട്. അപ്പൊ എന്താ പറയാ, നമ്മൾ വിജയിച്ചാൽ മതിയായിരുന്നു. കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലൊക്കെ ക്രിസ്മസ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഉണ്ടായിരുന്നു. എന്ത് പറയാനാണ് അവസ്ഥാഗതിയിലെ ബ്രോസിനെ കണ്ട അവസ്ഥ. ചിപ്സ് സീറ്റ് അടക്കല്ലേ?
ചിപ്സ് തന്നെ ഉണ്ട്, ചിപ്സ്. അതെ, ചിപ്സ് ഉണ്ട്, കപ്പില്ലെങ്കിൽ ചിപ്സ് ഉണ്ട്. അപ്പൊ എന്തായാലും മൊത്തത്തില് വൈബാണ് കേട്ടോ. ഒന്നും പറയണ്ട, കാര്യമൊന്നും പ്രതീക്ഷിക്കാനൊന്നും ഇല്ലാത്ത കാരണം ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്നാ മതി. അപ്പൊ അങ്ങനെയാണ് നമ്മള് കളി കണ്ടോണ്ടിരിക്കണേ. വൈബ് അല്ലേ? വെറുതെ ഇരുന്നാ പോരെ? നോക്കാം. ഒരു പെശകൻ ചാൻസ് ആയിരുന്നിട്ടാ, അത് മിസ്സായി. നോവ കുറെ പണിയെടുക്കണ്ടേ ഈ വിങ്ങിൽ കേട്ടോ, ലെഫ്റ്റ് വിങ്ങില് നടപടി ആവണില്ല. നോക്കാം. നമ്മളിപ്പോ എത്ര സ്ഥാനത്താണ്? 11ാമത്തെ സ്ഥാനത്താണ്. ഇന്ന് ജയിച്ചതിനെ 10ലോട്ട് കയറുന്നോണല്ലേ. ആടിയിലും നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താവും അറിഞ്ഞൂടാ. നോക്കാം. അപ്പൊ ഗൈസ് അറ്റ് ലാസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ്. 1-0. ഗോൾ കീപ്പറിന്റെ കയ്യിൽ തട്ടി അകത്ത് കയറിയിട്ടുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഇവിടെ എന്താ പറയാ ഷൗപ്പറമ്പായിരുന്നു. അതിൽ നിന്നൊരു എന്താ പറയാ ഉഷാർ വന്ന ഇപ്പോഴാണ്. എന്തായാലും അടിപൊളി അല്ലേ? പറയാമല്ല, സാധാരണ ഇങ്ങനെയൊക്കെ മാച്ചിലൊക്കെയാണ് അവസാന നിമിഷം കയ്യിൽ നിന്നുകൊണ്ട് കളയണേ. അപ്പൊ അത് കാരണം പ്രതീക്ഷകളില്ലാതെ ഇരുന്ന് കാണുകയാണ്. ജയിക്കട്ടെ 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 ജയിക്കും. ഓഫായി പോയി. ഓഫ് 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 ഓഫ്. ഗൈസ് അങ്ങനെ 2 ഗോളുകളായിരിക്കാണ്. നമ്മുടെ ചെറുക്കൻ നോവ 2-0. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും വേറൊരു വൈബാണ്. ഗോൾ അടിക്കുമ്പോഴുള്ള വൈബ് വേറെ വൈബ് ഏത്. അപ്പൊ എന്തായാലും ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മുടെ ലാസ്റ്റത്തെ ഹോം മാച്ച് ആണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. 2 ഗോളുകളായിരിക്കാണ് സുഹൃത്തുക്കളെ. അത് നമ്മുടെ അച്ഛനാണ് മലപ്പുറത്ത് നിന്ന് കളി കാണാൻ വേണ്ടി വന്നിരിക്കണം അല്ലേ? പേര് പറഞ്ഞോ? അനന്തു അനന്തു അനന്തു. സർക്ക 2-2-2-2 എന്താ പറയാ? ഏത് മൂട്? ഷൗപ്പറമ്പ് മാറിയാ? അത് മാറി മാറി. ഷൗപ്പറമ്പ് മൂട് മാറിയിട്ടുണ്ട്. 2 ഗോളുകളായിരിക്കും സുഹൃത്തുക്കളെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, വാച്ച് ചെയ്യാം. ഇനി സമയമുണ്ട്. 78-80 മിനിറ്റ് എങ്ങാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. നോക്കാം. 82 മിനിറ്റ് ആയി. നമുക്ക് നോക്കാം. ഭാഗ്യത്തിനാ 2 ഗോൾ അടിച്ചിരിക്കാണ്. സാധ്യതയുണ്ട്. ഞങ്ങളടിക്കും. നോവ അടിക്കും. ഇതെന്താണ് എന്താണ് എന്താണോ ഒന്നും മനസ്സിലാവണില്ല. ഇപ്പൊ 2 ഓഫ് സൈഡ് ഗോള് ആയി പോയേക്കണാണ്. എന്ത് പറയാനാണ്. മൂന്നാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. 3-0. ശരിക്കും ഒരു 5 ഗോളെങ്കിലും വീഴേണ്ട മാച്ചാണ്. അലക്സാണ്ടർ കോയഫാണ് ഗോൾ അടിച്ച. വേറെ ലെവല്, ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി. ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വേറെ മൂടാക്കി. അപ്പൊ ഒരുപാട് സന്തോഷം. എന്താ പറയാ, കളി കാണാൻ വന്നത് മുതലായി. കാരണം ഒട്ടും പ്രതീക്ഷയില്ലാവുന്ന ഒരു മാച്ചാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ ഫാൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യും, കളി കാണൂലെന്ന് പറയും. എന്തൊക്കെയായാലും ശരി, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുടെ സമയമാകുമ്പോഴത്തേനും ഒന്നുമില്ലെങ്കിൽ ടിവിയിൽ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ അവരെത്തും. ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാര്. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്താ പറയാ, ഒരുപാട് സന്തോഷം. പിന്നെ ഹാപ്പി ആയില്ല ചോദ്യമാണ്. എന്നാലും അല്ലെ കളി ജയിച്ചെന്നാലും മാനേജറിന്റെ ആദ്യമായിട്ടാണ് കളി കാണുന്നത്. അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പറായി. അപ്പൊ എന്താ പറയാ, മൊത്തം എല്ലാരും ഹാപ്പി. അമ്പാനെ ഹാപ്പിയല്ലേ? എന്നാലും ഡൗട്ട് ഉണ്ട്. അവന്നാലും അവസാനം അടിച്ച 2 ഗോൾ നല്ല ഗോൾ തന്നെയായിരുന്നു കേട്ടോ. അതിൽ കാര്യമില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ മതി. അതൊക്കെ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും പോളി വൈബ്. അപ്പൊ എന്താ പറയാ, കളി അവസാനിച്ചിരിക്കുകയാണ്. 3-0 നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കോച്ചായിട്ടുണ്ടായിരുന്ന നമ്മുടെ പുരുഷോത്തമൻ ചേട്ടനാണ്
അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ചേട്ടാന്ന് വിളിച്ചത് എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പം പറഞ്ഞ പ്രഡിക്ഷൻ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് ഹാപ്പി. ഒരു പ്രതീക്ഷയില്ലാതെ വന്നിട്ടുള്ള ഒരു മാച്ചാണ്, ക്രിസ്മസ് മാച്ചാണ്. വൈക്കിംഗ് ക്ലബ്ബ് അവിടെ അടിക്കുകയാണ്. വൈക്കിംഗ് ക്ലബ്ബ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി വൈക്കിംഗ് ക്ലബ്ബ് അടിക്കുകയാണ്. അതിന് സപ്പോർട്ട് ചെയ്ത് ഇവര് ഇവിടെ നമ്മുടെ കുറച്ച് കൈസൊക്കെ അടിക്കും. സൂപ്പർ കാഴ്ചയാണ് കേട്ടത്. മഞ്ഞപ്പട സ്റ്റാൻഡിലുള്ള എല്ലാവർക്കും കൈയടിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് അവിടുന്ന് ഡ്രം അടിക്കുകയാണ് കേട്ടോ. അപ്പൊ സ്റ്റേഡിയത്തിലെ മൊത്തം എല്ലാവരും ഒരുമിച്ച് കൈയടിക്കുന്ന കാഴ്ചയാണ്. വൈക്കിംഗ് ക്ലബ്ബ് മൊമെന്റ്സ് വേറെ വൈബ്. സൂപ്പർ സൂപ്പർ. അപ്പൊ നമ്മുടെ കുറെ കൂട്ടുകാരൊക്കെ നമ്മളോട് ഉണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ ഇത്തരം വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്തായാലും അടുത്ത കിടിക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാണാം.